ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാർബൺ ഫുട്പ്രിന്റ് ആണ്. കാർബൺ ട്രേഡിംഗ് പഠിച്ചോ, കാർബൺ ക്രെഡിറ്റ് പഠിച്ചോ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബൺ ഫുട്പ്രിന്റ് ആണ് കേട്ടോ. അപ്പൊ കാർബൺ ഫുട്പ്രിന്റ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ നോക്കാം. The amount of carbon dioxide released into the atmosphere as a result of the activities of a particular individual, organization or community. അപ്പോൾ കാർബൺ ഫുട്പ്രിന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ കാർബൺ ട്രേഡിംഗ് ഒക്കെ പഠിച്ചു. കാർബൺ ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നത് ഈ കാർബൺ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന കാർബണിന്റെ അല്ലെ എത്രത്തോളം അളവ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ, അതിനാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ കാർബൺ ഫുട്പ്രിന്റ് എന്ന് പറയുന്നത് എത്രത്തോളം എമൗണ്ട് ആണോ നമ്മുടെ പല ആക്ടിവിറ്റീസ്, ഒരു ഓർഗനൈസേഷന്റെ ആയിക്കോട്ടെ, ഒരു കമ്മ്യൂണിറ്റിയുടെ ആയിക്കോട്ടെ, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ളവരുടെ ആക്ടിവിറ്റീസ് മൂലം എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ടോ, ആ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെയാണ്, എമൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, കാർബൺ ഫുട്പ്രിന്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് the amount of carbon dioxide released into the atmosphere as a result of the activities of a particular individual or organization or community. ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പല ആക്ടിവിറ്റീസിന്റെ റിസൾട്ട് ആയിട്ട് എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ടോ, ആ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെയാണ്, എമൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, കാർബൺ ഫുട്പ്രിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കാർബൺ ഫുട്പ്രിന്റ് മെഷർ ചെയ്തിട്ടാണ് എന്ത് ക്രെഡിറ്റ് ഒക്കെ കൊടുക്കുന്നത്, കാർബൺ ക്രെഡിറ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ. അതായത് എത്രത്തോളം കാർബൺ ഒരു കമ്പനി, എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ്, അതിന്റെ കാർബൺ ഫുട്പ്രിന്റ് എത്രയാണോ ഇത് മെഷർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള കാർബൺ ക്രെഡിറ്റ് ഒക്കെ അവർക്ക് അവാർഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ കാർബൺ ഫുട്പ്രിന്റിന്റെ കുറച്ച് കാര്യങ്ങളാണ്. ഹൗ ടു റെഡ്യൂസ് യുവർ കാർബൺ ഫുട്പ്രിന്റ്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ കാർബൺ ഫുട്പ്രിന്റ്, അതായത് നമ്മൾ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമുക്ക് ഇങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചേഞ്ച് കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലൈറ്റ് ബൾബ്സ്. എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കുന്നത് കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലൈറ്റ് ബൾബ്സിലേക്ക്. അതായത് ഹീറ്റ് കൂടുതലായിട്ടല്ലേ നമുക്ക് ഇലക്ട്രിസിറ്റി, നമ്മൾ അല്ലെ ലൈറ്റ് ഒക്കെ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ലൈറ്റ് എനർജി എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി മാത്രമായിട്ടല്ല അല്ലെ, ലൈറ്റ് എനർജിയുടെ കൂടെ കുറച്ചൊരു ഭാഗം എന്തായിട്ട് മാറുന്നുണ്ട്, ഹീറ്റ് എനർജി ആയിട്ട് പോകുന്നുണ്ട് അല്ലെ. ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി മാത്രമായിട്ടല്ല, കുറച്ച് ഭാഗം അത് ഹീറ്റ് എനർജി ആയിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഹീറ്റ് ഒക്കെ പോകുന്നത് എങ്ങോട്ടാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ എന്ത് വരാൻ ചാൻസ് എന്ന് പറയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഉള്ള ഫ്ലൂറസെന്റ് കോമ്പാക്ട് ലാമ്പ് ഒക്കെ ചെയ്യുക, അതിലേക്കൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ അഡ്ജസ്റ്റ് യുവർ തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റ് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതിൽ തന്നെ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വരും. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് ആണ് പറയുന്നത്. യൂസ് ലെസ് ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടർ ഒക്കെ നമ്മൾ കുറച്ച് മാത്രം യൂസ് ചെയ്യാം. അവോയ്ഡ് പ്രൊഡക്റ്റ് വിത്ത് എക്സസീവ് പാക്കേജ്. അതായത് കൂടുതൽ പാക്കേജിംഗ് ഉള്ള, നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ കൂടുതൽ പാക്കേജിംഗ് ഉള്ള പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ, ആ പാക്കേജിംഗ് ഒക്കെ നമുക്ക് വേസ്റ്റ് ആയിട്ടാണ് വാങ്ങുന്നത്. ഈ വേസ്റ്റ് ഒക്കെ നമ്മുടെ എൻവയോൺമെന്റിലേക്ക്, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്കാണ് നിക്ഷേപിക്കപ്പെടുന്നത്. അപ്പൊ ഇതിങ്ങനെ കൂടുതൽ വേസ്റ്റ് ആവുന്ന സമയത്ത് ഇതൊക്കെ ബേൺ ചെയ്യുകയോ അത് അറ്റ്മോസ്ഫിയറിൽ ഡീകമ്പോസ് ആകാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇതുപോലുള്ള പൊള്യൂട്ടൻസ് റിലീസ് ആകും, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആകും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് എക്സസീവ് പാക്കേജിംഗ് പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ റീസൈക്കിൾ മോർ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് റീസൈക്കിൾ ചെയ്യുക, അതായത് ഉള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് വേസ്റ്റ് ആകാതെ ഇങ്ങനെയുള്ള സാധനങ്ങൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ടേൺ ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്. അതായത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ് നിന്ന് സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡ്രൈവ് ലെസ്. കുറച്ച് മാത്രം ഡ്രൈവ് ചെയ്യുക. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉപയോഗിക്കേണ്ട സമയമാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം അല്ലെ. ഓരോരുത്തരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം പബ്ലിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന സാഹചര്യം അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തുകൊണ്ടാ,
നമ്മൾ ഓരോരുത്തരുടെയും വാഹനത്തിൽ നിന്ന് പോകുന്ന സ്മോക്ക് എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണ് അത് റിലീസ് ചെയ്യുന്നത്. അതിൽ നിന്നും വരുന്ന ഇതുപോലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്കാണ് റിലീസ് ചെയ്യുന്നത് അല്ലെ. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ ചെക്ക് യുവർ ടയേഴ്സ്. ടയേഴ്സ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളിലെ ടയേഴ്സ് ഒക്കെ നമ്മുടെ ഫ്രിക്ഷന്റെ ഒക്കെ ഭാഗമായിട്ടല്ലേ റോഡിലൂടെ ടയേഴ്സ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന, അതായത് ടയേഴ്സും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലെ. ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ആ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഭാഗമായിട്ട് ടയർ അതിന്റെ അവിടെ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള പൊല്യൂട്ടൻസ് അവിടെ റിലീസ് ചെയ്യാനുള്ള ചാൻസ്. നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ ടയേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ. പ്ലാന്റ് പ്ലാന്റ് നമ്മൾ എപ്പോഴും പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് പറയുന്ന ഒരു എന്ന് പറയുന്നത് എന്താ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ അവർ അബ്സോർബ് ചെയ്യുന്നത് ട്രീസ് അത് അബ്സോർബ് ചെയ്തോളും. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ട്രീസ് എന്ത് ചെയ്താൽ കൂടുതലായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് നടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ. ഇത്തരം കാര്യങ്ങളാണ് കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതുപോലെ തന്നെ കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. ട്രിക്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. സ്വിച്ച് ഓഫ് ദ ലൈറ്റ്, ടേക്ക് ദ സ്റ്റെയർസ്, അതായത് നമ്മൾ എസ്കലേറ്ററും നമ്മുടെ ലിഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം സാധാരണ സ്റ്റെയർസ് ഒക്കെ കയറാനായിട്ട് ശ്രമിക്കാം. എ സി ഓൺ, ഷട്ട് ദ വിൻഡോസ്. എ സി ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിൻഡോസ് ഒക്കെ അതല്ല എനർജി വേസ്റ്റ് അല്ലേ എന്നൊക്കെ. എ സി ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എനർജിയോട് വേസ്റ്റ് ആവില്ല. അപ്പൊ അങ്ങനെയുള്ള എനർജി വേസ്റ്റ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക. ടേക്ക് ഷോർട്ടർ ഷവേഴ്സ് ഒക്കെ, അതായത് നമ്മൾ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി കുറച്ചൊന്ന് മിനിമൈസ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. പവർ ഡൗൺ ലാപ്ടോപ്പ്, അൺപ്ലഗിങ് ഇലക്ട്രോണിക് നോട്ട് ഇൻ യൂസ്. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് അൺപ്ലഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ റൂം ടെമ്പറേച്ചർ മോഡറേറ്റ്, അതെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞുകാലമൊക്കെ മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ കാനഡയൊക്കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ കൂടുതലായിട്ടും നമ്മളിവിടെ എ സി ഉപയോഗിക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യും, അവരിങ്ങനെ അത് കൂടുതലായിട്ട് ടെമ്പറേച്ചർ കൂട്ടാനുള്ള ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഹീറ്റേഴ്സ് ഒക്കെ റൂമിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഇത് മോഡറേറ്റ് ആയിട്ട് എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ടു ഫുൾ ഓൺ ലോണ്ട്രി. പിന്നെ നമ്മള് വാഷിംഗ് മെഷീനിലൊക്കെ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യാം, കുറച്ചായിട്ട് ഇടാതെ എല്ലാം കൂടെ കൂടുതൽ ആ ഒരു സമയത്ത് തവണയായിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം. ലെസ് ഫീവർ ഓർ ഷെയർ അപ്ലയൻസസ്. നമുക്ക് പറ്റുന്ന അപ്ലയൻസസ് ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് ഉപയോഗിക്കുക, ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. LED ബൾബ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യാതെ, അതായത് ഇങ്ങനെയുള്ള എനർജി വേസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുക. കൂടുതലായിട്ടും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ വരുന്ന റേഡിയേഷൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ റിലീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പൊ അത് തന്നെയാണ് ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 10 tips for reducing your carbon footprint. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ദെൻ പിന്നെ പറയുന്നത് ഫാക്ടേഴ്സ് കാർബൺ ഫുട്പ്രിന്റ്. കാർബൺ ഫുട്പ്രിന്റിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് നോക്കാം. ഒന്ന്, a large footprint could be caused by reliance on fossil fuels. ഈ കാർബൺ ഫുട്പ്രിന്റിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് കാരണങ്ങൾ നിൽക്കുന്നത് റിലയൻസ് ഓഫ് ഫോസിൽ ഫ്യൂൾസ്. ഫോസിൽ ഫ്യൂൾസ് ഉപയോഗിക്കുന്നത് ഈ കാർബൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ ആണ്. Then increased use of technology, depending on its use. നമ്മൾ ടെക്നോളജിക്കൽ ആയിട്ടുള്ള പല ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, അപ്ലയൻസസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെ, കൂടുതലായിട്ട് യൂസ് ചെയ്യും. നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ എന്താ ടെക്നോളജിയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അല്ലെ. ടെക്നോളജിയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പല ദോഷകരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇതിന്റെ കുറെ ഭാഗങ്ങൾ എന്തായിട്ടുണ്ട്, ഇതുപോലുള്ള പൊല്യൂട്ടൻസ് നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ വെഹിക്കിളിന്റെ കാര്യം പറയുന്നത് അല്ലെ, കാറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ടെക്നോളജിയാണ്, ടെക്നോളജിയാണ്. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന സ്മോക്ക് ഒക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നത് നമ്മുടെ എൻവയോൺമെന്റിലേക്കാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് നമ്മുടെ എൻവയോൺമെന്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ദെൻ ഹൈ ലെവൽസ് ഓഫ് പൊട്ടൻഷ്യൽസ്, കൂടുതൽ പൊട്ടൻഷ്യൽ, അതായത് കൂടുതലായിട്ട് ഇറക്കുമതികളൊക്കെ കൂടുന്ന സമയത്തും ഇതുപോലുള്ള പൊട്ടൻഷ്യൽസ് ഒക്കെ കൂടുതലായിട്ട് എൻവയോൺമെന്റിലേക്ക് റിലീസ് ചെയ്യേണ്ട സാഹചര്യം. ദെൻ ലാർജ് പ്രൊഡക്ഷൻ ഓഫ് കാർബൺ വേസ്റ്റ്, കൂടുതലായിട്ട് കാർബൺ വേസ്റ്റ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഹൈ ഫുഡ് കൺസംഷൻ കൂടുതലായിട്ട് നമ്മൾ ഫുഡ്
കൺസ്യൂം ചെയ്യുക, ഫുഡ് കഴിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് അതെങ്ങനെയാണ് റിലേറ്റഡ് ആകുന്നത് പറയാൻ പറ്റും? കൂടുതൽ ഫുഡ് കഴിക്കുമ്പോൾ അതെങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? കൂടുതൽ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും, എങ്ങനെ അതിനകത്ത് ആരെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ, ആർക്കാ പറയാ? നമ്മൾ ഫുഡ് കഴിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയും. അതായത് കാർബൺ ഫുഡ് പ്രിന്റിന്റെ അത് മിസ്സേ അതെന്തുകൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല, പറഞ്ഞേ? ക്ലിയർ ഇല്ല. പറയാ, ആരാ പറയാ? സ്നേഹ പറഞ്ഞേ, സ്നേഹ സ്നേഹ അൺമ്യൂട്ട് ചെയ്തേ. കൂടി പറയാൻ അൺമ്യൂട്ട് ചെയ്തേ. നമ്മൾ ഫുഡ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിലീസ് കൂടുന്നുണ്ട്. ഓഡിയോ ക്ലിയർ അല്ല. അല്ല മിസ്സേ. ഹലോ, കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഇല്ല മിസ്സേ, കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ, ഒന്നും ക്ലിയർ അല്ലായിരുന്നു അല്ലേ? മൈക്ക് ഓഫ് ആയിരുന്നു. സോറി സോറി സോറി. അപ്പൊ നിങ്ങൾ നേരത്തെ അത് പറയണ്ടേ എന്നോട്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് നേരത്തെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. കാർബൺ ഫുട് പ്രിന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ആസ് എ റിസൾട്ട് ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷൻ ഓർ കമ്മ്യൂണിറ്റി. അതായത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എത്രത്തോളം റിലീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്രത്തോളം റിലീസ് ചെയ്യുന്നുണ്ടോ അതിന്റെ എമൗണ്ടിനെയാണ് കാർബൺ ഫുട് പ്രിന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിലേക്ക് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ടിനെയാണ് കാർബൺ ഫുട് പ്രിന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്നും പറയണം, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഇത്രയും നേരം മിണ്ടാതിരിക്കുക ചെയ്തത്. ഓക്കെ, അപ്പൊ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് the amount of carbon dioxide released into the atmosphere as a result of the activities of a particular individual, organization or community. നമ്മളോ ഒരു ഓർഗനൈസേഷനോ കമ്മ്യൂണിറ്റിയോ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് നമ്മളോ ഒരു ഓർഗനൈസേഷനോ കമ്മ്യൂണിറ്റിയോ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെയാണ് എന്ത് പറയാ? കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് നമുക്ക് ഈ കാർബൺ ഫുട് പ്രിന്റ് എങ്ങനെയൊക്കെ നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ പറ്റുന്നത്. ചേഞ്ച് ടു കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലൈറ്റ് ബൾബ്സ്. എന്ത് ചെയ്യുക? നമ്മൾ ഫ്ലൂറസെന്റ് ലൈറ്റ് ബൾബ്സിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ അതായത് ലൈറ്റ് ഒക്കെ കൂടുതലായിട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെ എന്ത് സംഭവിക്കും? പണ്ടത്തെ ലൈറ്റ് ഒക്കെ കൂടുതലായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ്സ് ആയിരുന്നു അല്ലെ. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടും കൺവേർട്ട് ചെയ്യാറുണ്ട്. ഇലക്ട്രിക്കൽ എനർജി ഡയറക്റ്റ് ലൈറ്റ് എനർജി ആവാതെ കൂടെ ഹീറ്റ് എനർജി ആയിട്ടും കൂടെ പോവാറുണ്ട് കുറച്ച് ഭാഗങ്ങൾ അല്ലെ. ഹീറ്റ് എനർജി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് റിലീസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്കാണ്. അപ്പോ ഇങ്ങനെയുള്ള LED ബൾബ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റ് എനർജി കുറവായിരിക്കും. നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ച ഒരു മഞ്ഞ ബൾബില്ലേ, ഒരു മഞ്ഞ ബൾബ്, അത് കൂടുതലായിട്ടും എന്തായിരുന്നു? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ. അതിന് താഴെ നിൽക്കുമ്പോഴേക്കും നമുക്ക് നല്ലതായിട്ട് ചൂട് അനുഭവപ്പെടുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പോഴൊക്കെ LED ബൾബ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഹീറ്റ് എന്ന് പറയുന്നത് കുറച്ച് മാത്രം റിലീസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് നമ്മൾ എൻവയോൺമെന്റിലേക്ക് കൊടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും അതുകൊണ്ട് തന്നെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ദെൻ യൂസ് ലെസ് ഹോട്ട് വാട്ടർ ഒക്കെ കുറച്ച് യൂസ് ചെയ്യുക. ദെൻ അഡ്ജസ്റ്റ് യുവർ തെർമോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുക. ദെൻ അവോയ്ഡ് പ്രൊഡക്ട്സ് വിത്ത് എക്സസീവ് പാക്കേജിങ്. കൂടുതൽ പാക്കേജിംഗ് ഉള്ള പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. കൂടുതൽ പാക്കേജിംഗ് ഉള്ള പ്രൊഡക്ട്സ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് കൂടുതൽ എന്ത് ചെയ്യുക? കൂടുതൽ പാക്കേജിംഗ് ഉള്ളതൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഈ പാക്കേജിംഗ് ഒക്കെ നമുക്ക് വേസ്റ്റ് ആണല്ലേ. ഈ വേസ്റ്റ് ഒക്കെ നമ്മൾ സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഈ വേസ്റ്റ് പിന്നെ നമ്മൾ റിലീസ് ചെയ്യുന്ന ഈ വേസ്റ്റിൽ നിന്നും കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. എക്സസീവ് പാക്കേജിംഗ് ഉള്ള പ്രൊഡക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ദെൻ റീസൈക്കിൾ മോർ. കൂടുതൽ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക? കൂടുതലായിട്ട് റീസൈക്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെ. ഒന്ന് പഴയതാകുന്ന സമയത്ത്, അത് നമുക്ക് വേണ്ടാതിരിക്കുന്ന സമയത്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റീയൂസ് ചെയ്യുക.
ചെയ്ത് വേറൊരു രീതിയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ടേൺ ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്, എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് ഡിവൈസസ് ടേൺ ഓഫ് ചെയ്യുക. കൂടുതൽ നമ്മുടെ യൂസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഡ്രൈവ് ലെസ്, കുറച്ച് ഭാഗം കുറച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന സ്മോക്ക് ഒക്കെ നമ്മുടെ എൻവയോൺമെന്റിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ഉണ്ടാവും, സ്മോക്കിൽ നിന്നൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാവും, റിലീസ് ചെയ്യും അല്ലെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യും. അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ യൂസ് ചെയ്യാണ്ട് ശ്രമിക്കുക. ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു ദൂരത്തേക്കൊക്കെ ആണെങ്കിൽ നടന്നൊക്കെ പോകാനായിട്ട് ശ്രമിക്കാം. ദെൻ ചെക്ക് യുവർ ടയേഴ്സ്. ടയേഴ്സ് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ മീനിങ് എന്ന് പറയുന്നത് ഈ ടയറും നമ്മുടെ റോഡും തമ്മിലുള്ള ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലെ, ഫ്രിക്ഷൻ ഉണ്ടാകും. ആ ഫ്രിക്ഷന്റെ ഭാഗമായിട്ട് ഈ ടയേഴ്സ് ഒക്കെ കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും കൂടുതലായിട്ട് പിന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇതുപോലുള്ള പൊള്യൂട്ടൻസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ടയേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ പ്ലാന്റ് ട്രീ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പ്ലാന്റ് ട്രീ. നമ്മൾ ട്രീസ് ഒക്കെ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്, പ്ലാന്റ് ട്രീസ് ഒക്കെ ചെയ്യാന്നുള്ളത്. സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? യെസ്, ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ, പ്ലാന്റ് ട്രീ, കൂടുതലായിട്ടും നമ്മൾ പ്ലാന്റ്സ് ഒക്കെ ട്രീസ് ഒക്കെ പ്ലാന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുവഴി എന്ത് സംഭവിക്കുന്ന വെച്ചാല് നമുക്ക് കൂടുതലായിട്ടുള്ള എന്താ കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ അബ്സോർബ് ചെയ്തോളൂ അല്ലെ. നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമ്മുടെ ട്രീസ് അബ്സോർബ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് കൂടുതലായിട്ടുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്വിച്ച് ഓഫ് ദി ലൈറ്റ്സ്, എന്ത് ചെയ്യുക, ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുക. ടേക്ക് ദി സ്റ്റെയർസ്, മാനുവലായിട്ട് നമുക്ക് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ എസ്കലേറ്ററും ലിഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ മാനുവലായിട്ട് സ്റ്റെപ്സ് ഒക്കെ കയറാൻ ശ്രമിക്കാം. AC ഓൺ, ഷട്ട് ദ വിൻഡോസ്. AC ഓൺ ചെയ്യുന്ന സമയത്ത് വിൻഡോസ് ഒക്കെ, അതായത് അവിടെ ഒരു എനർജി ലോസ്റ്റ് ഉണ്ടാവും അല്ലെ. AC ഒക്കെ ഓൺ ചെയ്യുന്ന സമയത്ത് വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി എനർജി ലോസ് ചെയ്യാനായിട്ട് ലോസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കാം. ദെൻ പവർ ഡൗൺ ലാപ്ടോപ്സ്. അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് യൂസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അൺപ്ലഗ് ചെയ്യാണ്ട് ശ്രമിക്കാം. കീപ് റൂം ടെമ്പറേച്ചർ മോഡറേറ്റ്, അതായത് ഈ നമ്മുടെ മഞ്ഞുകാലത്ത്, അതായത് കാനഡയൊക്കെ പോലുള്ള അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ
വെതർ കണ്ടീഷൻ ഉള്ള രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് അവർ ഹീറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. റൂമൊക്കെ നമ്മളിവിടെ എ സി ഉപയോഗിക്കുന്നതിനും തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ എ സി ഉപയോഗിക്കുന്നതിന് പകരം അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഇതുപോലെയുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഹീറ്റേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മോഡറേറ്റ് ആയിട്ട് വെക്കുക അല്ലെ, ടെമ്പറേച്ചർ മോഡറേറ്റ് ആയിട്ട് വെക്കുക. അപ്പൊ ഇങ്ങനെ ഹീറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചർ കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ നിന്നൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് മോഡറേറ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കാം. ഡു ഫുൾ ലോഡ്സ് ഓഫ് ലോണ്ട്രി. നമ്മൾ വാഷിംഗ് മെഷീൻ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് യൂസ് ചെയ്യുന്നതിന് പകരം എനർജി വേസ്റ്റ് ആണ് അല്ലെ, അതിന് പകരം കൂടുതലായിട്ടുണ്ടെങ്കിൽ സമയത്ത് ഒറ്റ തവണയായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. യൂസ് ഫ്യൂവർ ഓർ ഷെയർ അപ്ലയൻസസ്. എന്ത് ചെയ്യുക, കുറച്ച് അപ്ലയൻസസ് മാത്രം ഉപയോഗിക്കാം. പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയുള്ള അപ്ലയൻസസ് ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. സ്വിച്ച് ടു LED ബൾബ്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LED ബൾബിലേക്ക് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ പണ്ടത്തെ ആ ബൾബ്സ് ഒക്കെ മാറിയിട്ട് നമുക്ക് LED ബൾബ്, ഹീറ്റ് കൺസപ്ഷൻ കുറവുള്ളത് അല്ലെ, ഹീറ്റ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന LED ബൾബിലേക്ക് മാറാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ ഇവിടെ എലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കാർബൺ ഫുട് പ്രിന്റ്. കാർബൺ ഫുട് പ്രിന്റിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കാർബൺ ഫുട് പ്രിന്റിനെ അഫക്ട് ചെയ്യുന്നുള്ളത് നോക്കാം. ഓക്കെ, എ ലാർജ് ഫുട് പ്രിന്റ് കുഡ് ബി കോസ്ഡ് ബൈ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, വിസിബിളും ആണല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജെങ്കിലും ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചിലപ്പം പറ്റുന്നില്ല, ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ, വോയിസും ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കാർബൺ ഫുട് പ്രിന്റ്. അപ്പൊ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുമ്പോഴേക്ക് ഓർക്കണം, അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ടിനെയാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് അതിന് എന്തൊക്കെ കാര്യങ്ങൾ അഫക്ട് ചെയ്യുന്നു, ഈ കാർബൺ ഫുട് പ്രിന്റ് കൂടാൻ എന്തൊക്കെ കാര്യങ്ങൾ അതിനെ അഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എ ലാർജ് ഫുട് പ്രിന്റ് കുഡ് ബി കോസ്ഡ് ബൈ റിലയൻസ് ഓൺ ഫോസിൽ ഫ്യൂവൽസ്. എ ലാർജ് ഫുട് പ്രിന്റ് കുഡ് ബി കോസ്ഡ് ബൈ റിലയൻസ് ഓൺ ഫോസിൽ ഫ്യൂവൽസ്. അപ്പൊ കൂടുതൽ ഈ ഫുട് പ്രിന്റിന് കാരണമാകുന്നത് ഈ ഫോസിൽ ഫ്യൂവൽസിന്റെ യൂസേജ് ആണ്. ഫോസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നതാണ് കൂടുതലായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ടെക്നോളജി. നമ്മൾ കൂടുതലായിട്ട് ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന സമയത്ത്, ടെക്നോളജീസ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ടെക്നോളജീസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെ, നമ്മളിപ്പോ ടെക്നോളജി എന്ന് പറയുന്നത്, കാർ എന്ന് പറയുന്നത് തന്നെ ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ, ടെക്നോളജിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ കാറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞല്ലോ, അതിൽ നിന്നും കുറെ സ്മോക്ക് ഒക്കെ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ സ്മോക്ക് ഒക്കെ കൂടുതലായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യും അല്ലെ. അപ്പം അതും ഒരു കാരണമായിട്ട് പറയാം. ഓക്കെ, then ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ? ഇപ്പൊ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? സെക്കൻഡ്, അപ്പൊ അതായത് ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ടെക്നോളജി, നമ്മൾ കൂടുതലായിട്ട് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നതാണ് ഇതിനൊരു ഫാക്ടർ ആയിട്ട് പറയുന്നത്. നമ്മുടെ കാർബൺ ഫുട് പ്രിന്റിനെ അഫക്ട് ചെയ്യുന്ന, കാർബൺ ഫുട് പ്രിന്റ് കൂടാനുള്ള ചാൻസ് നമ്മൾ കൂടുതൽ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കാർബൺ ഫുട് പ്രിന്റിന്റെ അളവ് കൂടാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയാം. ദെൻ ഹൈ ലെവൽസ് ഓഫ് ഇമ്പോർട്ടേഷൻ ഇറക്കുമതികളൊക്കെ കൂടുന്നതും ഒരു കാർബൺ റിലീസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്.
ദെൻ ലാർജ് പ്രൊഡക്ഷൻ ഓഫ് കാർബൺ വേസ്റ്റ്. കാർബൺ വേസ്റ്റ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, കാർബൺ വേസ്റ്റ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കാർബൺ വേസ്റ്റിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴും അത് കാർബൺ ഫുട് പ്രിന്റിനെ ഒരു കോസ് ചെയ്യാറുണ്ട്, കാരണമായി മാറാറുണ്ട്. ദെൻ ഹൈ ഫുഡ് കൺസംഷൻ. ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ടും നമുക്ക് കാർബൺ റിലീസ് കൂടുന്നുണ്ടെന്നാ പറയുന്നത്. എന്തുകൊണ്ടാ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അത് എങ്ങനെയാ കാർബൺ റിലീസിനെ ബാധിക്കുന്നത്? ഒന്ന് പറഞ്ഞ ആരാ പറഞ്ഞ? നേരത്തെ ആരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ആദിത്യ പറഞ്ഞേ. നമ്മൾ ഫുഡ് കൂടുതൽ കഴിക്കുന്നത് കാർബൺ റിലീസിന് കാരണമാകുന്നുണ്ടെന്നാ പറയുന്നത്. എന്തുകൊണ്ടാ ഫുഡ് കൂടുതൽ? പറഞ്ഞോ. ഫുഡ് കൂടുതൽ കഴിക്കുമ്പോ അറിയില്ല. ഓക്കെ, നമ്മൾ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ അല്ലെ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു കേൾക്കണേ. ഫുഡ് കഴിക്കുന്നതും കാർബൺ റിലീസും തമ്മിലുള്ള റിലേഷനാണ് ഞാൻ പറയുന്നത്. ഫുഡ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് ഇത് നമ്മൾ അധികമായിട്ടുള്ള ഫുഡ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും അല്ലെ. ഷുഗർ ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അറിയാലോ, സ്റ്റാർച്ച് ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുള്ളത് അറിയാലോ. ഓക്കെ, അപ്പൊ ഈ കൂടുതൽ നമുക്ക് വേണ്ടാത്ത നമ്മൾ കൂടുതലായിട്ട് എമൗണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫാറ്റ് ആയിട്ട് അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റാർച്ച് ആയിട്ടൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ ഫുഡ് എന്ത് ചെയ്യും, നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്ക് എപ്പോഴാണോ കൂടുതൽ എനർജി ആവശ്യം അല്ലെ, നമുക്ക് നന്നായിട്ട് ഓടുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് എനർജി വേണം. ഈ എനർജി കിട്ടുന്നത് എവിടുന്നായിരിക്കും? ഈ എനർജി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഈ ഇതുപോലുള്ള ഫാറ്റും ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ച സ്റ്റാർച്ച് ഒക്കെയാണ് പിന്നെ അത് എനർജി ആയിട്ട് മാറുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നന്നായിട്ട് ഓടുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ എനർജി വേണം. നന്നായിട്ട് ഓടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നന്നായിട്ട് ഓക്സിജൻ നന്നായിട്ട് വലിച്ചെടുക്കും അല്ലെ, നന്നായിട്ട് ഇൻഹേൽ ചെയ്യും. ഈ ഇൻഹേൽ ചെയ്ത ഓക്സിജൻ എവിടെ പോകും? നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസിലുള്ള ഓരോ നമ്മൾ ഫുഡ് കഴിച്ച ഓരോ സ്റ്റാർച്ച് ആയിക്കോട്ടെ, ഈ സ്റ്റാർച്ചുമായിട്ട് കമ്പൈൻ ചെയ്യും. സ്റ്റാർച്ച് ഷുഗർ ഒക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഒക്കെ ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ ഈ സ്റ്റാർച്ചുമായിട്ട് ഈ ഷുഗറുമായിട്ട് നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറയും. അപ്പൊ ഈ ഷുഗറുമായിട്ട് ഈ ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? അത് കമ്പൈൻ ചെയ്ത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇത് എനർജി ആയിട്ട് മാറും. എനർജിയും കൂടെ വാട്ടർ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഈ 3 രൂപത്തിലേക്ക് അത് മാറും. നമ്മൾ കഴിച്ച ഫുഡ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഫുഡ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത ഫുഡ്, നമ്മുടെ ബ്ലഡ് സെൽസിലുള്ള ഫുഡ് എന്തുമായിട്ട് നമ്മുടെ ഓക്സിജനുമായിട്ട് നമ്മൾ ഇൻഹേൽ ചെയ്ത ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് എനർജി പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ, ഈ 3 രൂപമായിട്ട് മാറും. അപ്പൊ എനർജി നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും. വാട്ടർ എന്ന് പറയുന്നത് വാട്ടറിലേക്ക് നമ്മുടെ ബോഡിയിലേക്ക് വാട്ടർ ആയിട്ട് അല്ലെ പുറത്തേക്ക് പോകും. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീണ്ടും എക്സൈൽ ചെയ്ത് വിടുന്നത് അല്ലേ. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? ഇതുപോലുള്ള എനർജി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മീറ്റ് റിച്ച് ഡയറ്റ്സ്. അതായത് നന്നായിട്ടുള്ള മീറ്റ് ഒക്കെ കഴിക്കുമ്പോൾ, അതായത് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും അത് തന്നെ സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഹൈ ഫുഡ് കൺസംഷൻ പോലെ തന്നെ ഈ ഫാറ്റ് ഒക്കെ ഈ ബേൺ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് എന്ത് സംഭവിക്കും? ഫാറ്റ് ബേൺ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട്. ഈ റിലീസ് ആവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് നമ്മളല്ലേ എക്സൈൽ ചെയ്ത് വിടുന്നത് നമ്മുടെ എൻവയോൺമെന്റിലേക്കാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഫുഡ് കൺസംഷനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെ പറയുന്നത് ഫുഡ് പ്രിന്റ് കോസ്റ്റ് ബി റെഡ്യൂസ്ഡ് ബൈ, നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുള്ളത്. റെഡ്യൂസ്ഡ് റിസോഴ്സ് കൺസംഷൻ, കൂടുതൽ റിസോഴ്സസ് നാച്ചുറൽ റിസോഴ്സസിന്റെ ഉപയോഗങ്ങൾ കുറയ്ക്കാം. റീസൈക്ലിംഗ് ആൻഡ് റീയൂസ് ഓഫ് റിസോഴ്സസ്, എന്ത് ചെയ്യാൻ? റിസോഴ്സസ് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ഓഫ് റിസോഴ്സ് യൂസ്, എന്ത് ചെയ്യുക? നമ്മുടെ ഉള്ള റിസോഴ്സിന്റെ എന്ത് ചെയ്യുക? എഫിഷ്യൻസി കൂട്ടാനായിട്ട് ശ്രമിക്കുക. ദെൻ റെഡ്യൂസ്ഡ് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ വഴി നമുക്ക് കാർബൺ ഫുട് പ്രിന്റിനെയും കുറച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. എക്സ്പോർട്ടേഷൻ ഓഫ് വേസ്റ്റ് എന്ത് ചെയ്യുക? എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ
യൂസ് ഓഫ് ടെക്നോളജി ടു ഇൻക്രീസ് ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ലാൻഡ് യൂസ്. എന്ത് ചെയ്യാ, ടെക്നോളജി യൂസ് ചെയ്യുന്നത് നമുക്ക് വേണ്ട രീതിയിൽ മാത്രമുള്ള മിതമായിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യാം. ഓക്കെ. റെഡ്യൂസ്ഡ് പോപ്പുലേഷൻ കുറയ്ക്കുന്നത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്ന പറയുന്നത് അല്ലെ. പോപ്പുലേഷൻ കുറഞ്ഞാലും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത് കുറഞ്ഞു, അതിന്റെ എമൗണ്ട് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നാളെ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ഒരു ക്ലാസ്സും കൂടി ആവശ്യമുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു മൊഡ്യൂളും കൂടെ കംപ്ലീറ്റ് ആവും.